എക്സലിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ എത്തിച്ചൊരു മനുഷ്യനാണ്. 14 വർഷമായി ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എക്സൽ ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാണ്ടെന്ന് നന്നായി ഞാൻ മനസ്സിലായി. എക്സൽ എനിക്കും അറിയാം, എക്സൽ ഓപ്പൺ ചെയ്ത് കോളം വരച്ച് കൂട്ടാനൊക്കെ എനിക്കും അറിയാം. അതല്ല എക്സൽ. അൽഫാൻ പ്രോ വാ. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ട് പരിചയപ്പെടുത്താൻ പോണ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് ഇതായിരിക്കണം നമ്മുടെ ബ്രോ, ചങ്ക് ബ്രോ. ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അതായത് ഞാൻ നിങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ, 2 സെക്കൻഡ് പറയാം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എക്സൽ, അതായത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്കായിരിക്കും ഒരു പക്ഷേ കൂടുതൽ എക്സലിനെ കുറിച്ച് മനസ്സിലാവും. അല്ല, അത് മാത്രമല്ല, ഇപ്പം നമ്മളേതെങ്കിലും CV കാണില്ലേ, CV കാണുന്ന സമയത്ത് കമ്പ്യൂട്ടറിന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ എക്സൽ, മൈക്രോസോഫ്റ്റ് പക്ഷെ ഇയാളറിയോ, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. കാരണം ഈ മച്ചാൻ എന്താ ചെയ്യണമെന്ന് അറിയോ, എക്സലിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ എത്തിച്ചൊരു മനുഷ്യനാണ്. അതായത് എക്സലിൻ്റെ ഇന്ത്യയിൽ നമ്പർ 1 ആളെ കുറിച്ച് അന്വേഷിച്ചാൽ അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ചങ്ക് ബ്രോ. ഈ എളിമ കാണുമ്പോൾ തന്നെ അറിയാലോ. നിങ്ങൾ എത്ര നാളെ എക്സൽ ഉസ്താദായിട്ട്? എക്സൽ ഉസ്താദ് എന്ന് വിളിക്കാമല്ലോ. ഓൾമോസ്റ്റ് ഒരു 14 വർഷമായി ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ആണല്ലേ. 2006 എന്താണ് എക്സൽ എന്ന് അറിയുന്നത്, ആ സ്ക്രീൻ കാണുന്നത്. അന്ന് തുടങ്ങിയ ഒരു ഭ്രാന്ത് തന്നെ പറയാം. ശരിക്കും ഒരു പാഷൻ കയറിയതാ ആണല്ലേ. എക്സൽ ചെയ്ത മനുഷ്യൻ. യെസ്, അങ്ങനെയും പറയാം. ഞാൻ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു മോട്ടീവ് വേണം, എന്തെങ്കിലും ഒരു ഫോക്കസ് ആയിരിക്കണം, എന്തെങ്കിലും ഒരു നിഷ് കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇദ്ദേഹം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ആൾക്കാരെയും വളരെ ക്വാളിറ്റിയിൽ എക്സൽ പഠിപ്പിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല, എക്സൽസിൻ്റെ ട്യൂട്ടോറിയൽ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോവിഡൊക്കെ വന്ന സമയത്ത് ഒരു ഓഫീസിലേക്ക് റൺ ചെയ്യാനായിട്ട് എക്സൽ കൊണ്ട് സാധിക്കും. തീർച്ചയായും അല്ലേ, തീർച്ചയായും സാധിക്കും. നിങ്ങൾക്ക് എക്സൽ ഉണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം എന്താണ്? ഏറ്റവും വലിയ മറക്കാനാത്തൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ, ഞാൻ കുറേ വർക്ക്ഷോപ്പ് നടത്തലുണ്ട് സ്കൂൾസിലും കോളേജസിലും. അപ്പം എൻ്റെ സ്വന്തം സ്കൂളിൽ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ നടത്തി. ഞാൻ പഠിച്ച സ്കൂൾ സെൻട്രൽ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് +1 +2 കുട്ടികൾക്ക് വേണ്ടി എക്സലിൻ്റെ സ്കോപ്പും അതുപോലെ തന്നെ എത്രത്തോളം അവരെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യും അത് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം തന്നിട്ടുണ്ട് മാനേജ്മെന്റ്. യെസ്, ഒരു വർക്ക്ഷോപ്പ് നടത്തി. അത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. അതാണ് ഏറ്റവും വലിയ കാരണം. ഇപ്പം ഇന്ത്യയിൽ തന്നെ എക്സൽ സംബന്ധമായിട്ടുള്ള ഇദ്ദേഹം എന്നെ കൊണ്ടത് പറയിപ്പിക്കില്ലെങ്കിൽ ഞാൻ പറയട്ടെ. അതായത് വലിയ വലിയ കമ്പനികളിൽ എവിടെയെങ്കിലും ആളുകൾ എക്സലിൽ എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്ത് ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ മലയാളിയായ ബ്രോ ഞാൻ വിളിക്കാം. ഞാൻ എന്തായാലും സാമൂഹ്യ അകലം പാലിക്കുന്നു. നിങ്ങളുടെ മാസ്ക് ഒന്നും ഒരു നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ഇതല്ലേ ആള്? നിങ്ങളുടെ സ്വദേശം കോഴിക്കോടാണ്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോവിഡ് ആയ സമയത്ത് ഇപ്പോൾ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട് അല്ലേ. എന്നിരുന്നാൽ പോലും നമുക്കൊരു കമ്പനിയുടെ സ്റ്റോക്ക്, ഇൻവെൻട്രി, സെയിൽസ്, സാലറീസ് ഒക്കെ എല്ലാം എക്സൽ വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. 100% നമുക്ക് ഏത് രീതിയിലും നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ERP സോഫ്റ്റ്വെയർ മേടിച്ചു, പക്ഷേ ഒരു കമ്പനിക്ക് അത് എല്ലാ ഫീച്ചേഴ്സ് അവർ യൂസ് ചെയ്യണമെന്നില്ല. എക്സൽ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ബൈ ഡീഫോൾട്ട് തന്നെ ഏതൊരു വിൻഡോസ് സിസ്റ്റത്തിലും MS ഓഫീസ് എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ പാക്കേജിൽ എക്സലിനൊരു ഐക്കൺ ഉണ്ടാവും. ക്ലിക്ക് ചെയ്തിട്ട് ആ ഓപ്പർച്യൂണിറ്റി ആരും കുറെ ആൾക്കാർ തിരിച്ചറിയുന്നില്ല, റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ അത് മാക്സിമം മലയാളത്തിൻ്റെ എത്തിക്കുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേട്ടോ ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ നമ്മുടെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ ലോറൽസിന്റെ അക്കാഡമിയിൽ ഇദ്ദേഹം ഒരു വളരെ മിനിമൽ കോഴ്സിലായിട്ടൊരു എന്താ പറയാ ഒരു കോഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വളരെ മിനിമം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ. കാരണം അത് ഡെഫിനറ്റ്ലി അവർ റിഗ്രറ്റ് ചെയ്യില്ല, ആരും എടുക്കുന്നില്ല. കാരണം അത്രക്കും ഇൻഡെപ്ത് ആയിട്ട് സിസ്റ്റമാറ്റിക് വേയിലാണ് ഓരോ മൊഡ്യൂൾ വൈസ് അത് ബിൽഡപ്പ് ചെയ്തത്. കൂടെ തന്നെ ഓരോ മൊഡ്യൂൾസിനും അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഷീറ്റും ഞാൻ കൊടുക്കുന്നുണ്ട്. ആണല്ലേ. ഓക്കെ, വരും. അല്ല, എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ ഒരു BCom പഠിച്ച ഒരാൾ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവന് കമ്പ്യൂട്ടർ അറിയാം അല്ലേ, എങ്കിലും അവൻ്റെ ജോലിക്കൊരു സ്ഥിരത ഉണ്ടാവും. പക്ഷെ അവിടെ അവൻ്റെ ഒരു ഡെസിഗ്നേഷനിൽ എക്സൽ എന്ന കാര്യം അറിഞ്ഞിരിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എക്സലിനെ ഇത്രയും എക്സൽ ചെയ്ത വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടോ? എക്സലിൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണോ നമ്മുടെ ആളുകൾ? ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കേസ്, എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു വെയിറ്റേജിന് വേണ്ടി ഒരു അഡീഷണൽ കോഴ്സ് എടുത്തു. ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ടാലി പ്ലസ് എക്സൽ ആണ്. അതൊരു 2005 അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഒരു വെയിറ്റേജ് ഉണ്ട് ആ ഒരു കോഴ്സിന്റെ ആ പേരിൽ തന്നെ. അത് ഒരു 3 മാസത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ
അതിന് ഒരു A+ ഗ്രേഡും കിട്ടി. അപ്പം ഞാൻ ഓക്കെ ഫുള്ളി എക്സൽ എക്സ്പേർട്ട് ആയി എന്നുള്ളതിൽ. പിന്നെ ഞാൻ ഒരു ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയപ്പം അവിടെ എക്സലാണ് മെജോറിറ്റി ആൾക്കാരെ ഫ്ലോറിൽ മൊത്തം എല്ലാ സ്ക്രീനിലും എക്സലാണ് കാണുന്നത്. പക്ഷെ ഞാൻ പഠിച്ചൊന്നും എല്ലാം അപ്പോഴേ റിലീസ് ചെയ്തത് എക്സൽ ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാണ്ടെന്ന് നന്നായി ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ എളിമ കൊണ്ട് പറയണം, കാരണം മൂപ്പർ ഇതിൻ്റെ എക്സൽ കാര്യം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോസും കണ്ടാൽ അറിയാം ഇദ്ദേഹത്തിന് എത്രമാത്രം ഇത് ഡെപ്ത് ആയിട്ട് നോളജ് ഉണ്ട് എന്നുള്ള. എന്നാലും വളരെ സന്തോഷം. കാര്യം പുതിയ നമ്മുടെ എന്താ വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു റെഗുലർലി കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങളൊക്കെ ഞാൻ പറയും ഇദ്ദേഹം തന്നെ ഇന്ത്യയിൽ തന്നെ എക്സൽ അറിയാവുന്ന ആൾക്കാരിൽ എക്സലിന് ഇത്രയും ഡെപ്തിൽ എക്സൽ എനിക്കും അറിയാം, എക്സൽ ഓപ്പൺ ചെയ്ത് കോളം വരച്ച് കൂട്ടാനൊക്കെ എനിക്കും അറിയാം, അതല്ല എക്സൽ ഇത്രയും ഡെപ്തിൽ അറിയാവുന്ന ഒരാൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഏതെങ്കിലും ഒരു കമ്പനീസിൻ്റെ എക്സൽ ഷീറ്റ് കണ്ട് എവിടെയാണത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, എന്താണ് പറ്റിയത്, അതിനുള്ള സൊല്യൂഷൻസ് പറ്റുന്ന ഒരാൾ എക്സലിൽ തന്നെ. നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ചില ആൾക്കാർക്ക് വലിയ സോഫ്റ്റ്വെയർസ് ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് എക്സൽ തന്നെ സോഫ്റ്റ്വെയർസുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൾ. ഇത് നമ്മളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകണമെന്ന രൂപത്തിൽ യൂട്യൂബ് ചാനൽ ചെയ്ത ആൾ, അത് ഡെപ്തിൽ പഠിക്കേണ്ട ആൾക്കാർക്ക് കോഴ്സായിട്ട് സെല് ചെയ്യുന്ന ആൾ. ഇതൊക്കെയാണ് നിങ്ങളുടെ ഐക്കൺസ് അല്ലേ? എന്നാലും വളരെ എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഈ വീഡിയോ തുടങ്ങാമെന്നൊക്കെ ആലോചിച്ചത്. അതെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അല്ലല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരു അനലിസ്റ്റ് ആണ് ആക്ച്വലി. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ എക്സൽ കുറെ വർക്കും കാര്യങ്ങൾ ചെയ്യുന്ന കൊളീഗ്സിനെ സപ്പോർട്ട് ചെയ്യലുണ്ട്. അപ്പോൾ മാക്സിമം എക്സലുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഏത് രാത്രി ആൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു പാഷൻ ആക്കി എടുത്താണ് ഞാൻ എക്സലിനെ പാഷൻ ആക്കി. യെസ്. അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൗൺ ടൈമിൽ കുറച്ചും കൂടിയും ഫ്ലെക്സിബിളായി വർക്ക് ഫ്രം ഹോം ആയി. അപ്പോൾ പുലർച്ചെ റെക്കോർഡിങ്ങും രാത്രി എഡിറ്റിംഗും എന്നുള്ളതിൽ ഒരു ചാനൽ കുറേ എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ സജസ്റ്റ് ചെയ്തു, നമുക്ക് എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ. അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ആ ലെവൽ തുടങ്ങും. ജസ്റ്റ് ഫോർ നെയിംസ് ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം, ആർക്കും തുടങ്ങാം. ഒരു വിത്തിൻ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. പക്ഷെ തുടങ്ങുകയാണെങ്കിൽ ആ പ്രൊഫഷണൽ വേയിൽ തുടങ്ങണം. അപ്പോൾ എനിക്കൊരു വിഷൻ ഉണ്ട്, വേൾഡ് വൈഡ് മലയാളീസിൻ്റെ എത്തിച്ചു കൊടുക്കാം. യെസ്, എത്ര ടൈം എടുത്തെങ്കിൽ അത്രക്കും സിസ്റ്റമാറ്റിക് വേയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമാണ്. എൻ്റെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇൻപുട്ട് എടുക്കുന്നു, അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യുന്നു. മാക്സിമം ലെവലിൽ. ഈ ലോറൽസിൽ ഇത്രയും ഒരു എന്താ പറയുക കോഴ്സിനെ സെല് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നേ? ഒരു സെയിൽസ് ആക്കിയാൽ കൊള്ളാമെന്നുള്ള എക്സൽ കോഴ്സുകളെ സെയിൽസ് മോഡലാക്കിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചാനൽ താഴെ കാണാം കുറേ കമൻറ്റ്സ്, നല്ല പോസിറ്റീവ് കമൻറ്റ്സ്. എൻ്റെ മെയിൻ എൻകറേജ്മെൻറ്റ് സബ്സ്ക്രൈബേഴ്സാണ്. കാരണം ചുമ്മാ ആൾക്കാരെ കൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാൻ ഇതുവരെക്കും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർ എക്സൽ അറിയുന്ന ആവശ്യക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ജസ്റ്റ് യെസ്, എക്സാക്ട്ലി. വെറുതെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അതിനൊരു കാര്യമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ കാണാം, ഞാൻ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യൂ അത് ഇതുവരെക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ മെയിൻ എൻകറേജ്മെൻറ്റ് ഉള്ള സബ്സ്ക്രൈബേഴ്സിനാണ്. അവർ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കമൻറ്റ് തരും, പേഴ്സണൽ മെസ്സേജ് ചെയ്യും, മെയിൽ അയക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ എൻക്വയറി വന്നു, അതായത് ഒരു കോഴ്സ് ആയി കൊടുക്കുമോ, കോഴ്സുമായി ഒരു സിസ്റ്റമാറ്റിക് കൊടുക്കുമോ. അപ്പോഴാണ് ഈ ലോറൻസിനെ പറ്റിയിട്ട് ഒരു സോഴ്സ് പോയി ഞാൻ അറിയുന്നത്. അവരെ കോൺടാക്ട് ചെയ്തു, അവർ ഹാപ്പിയാണ്, എൻ്റെ കണ്ടന്റ് കണ്ടു. അങ്ങനെ ഞാൻ ഓക്കെ നല്ല പ്ലാറ്റ്ഫോം അല്ലേ, ഒരു റെക്കോർഡിംഗ് സെഷൻ അല്ലേ, അത് ഞാൻ അവർക്ക് കൊടുത്തു, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, പല ഫോറംസും ഉണ്ട് എക്സൽസിൻ്റെയും. ഇതേപോലെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ചില ഫോറംസിനൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൂടെയാണ് നമ്മുടെ അത് വളരെ സന്തോഷം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചു. എക്സൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഡോബി ഫോട്ടോഷോപ്പ് ഉണ്ടല്ലോ, അഡോബി ഫോട്ടോഷോപ്പ്, എന്നോട് വായിച്ചൊരു കഥ. അഡോബി ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയപ്പോൾ പോലും വിചാരിച്ചില്ല ഇത്രയും ഇത് വലുതാകുമെന്നുള്ള കാര്യം. കാരണം അനന്തമായ സാധ്യതകളാണ് അതിൻ്റെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള എലമെൻ്റാണ്. അതുപോലെ തന്നെ എക്സൽ ഉണ്ടാക്കിയ ആൾ പോലും വിചാരിച്ചില്ല മലയാളി അത്രയും എക്സലിനെ കൊണ്ട് എക്സൽ ചെയ്യുമെന്നുള്ള കാര്യം. അതെ, കാരണം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം കുറേ കണ്ടിട്ടുണ്ടാവും കുറേ പാരൻസ് ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ചെറിയ കുട്ടികൾ കോഡിങ് പഠിക്കണം, യെസ് എക്സാക്ട്ലി, ഹാക്കിംഗ് പഠിക്കണം, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിംഗ്, അതുപോലെ തന്നെ റോബോട്ടിക്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരാളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഈ ആളുകൾക്ക് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എവിടെയോ എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന റോബോട്ടാണ്, ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മേ ബി ഇതൊക്കൊണ്ടായിരിക്കാം. പക്ഷെ അതുമല്ല, അത് 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടികൾ അവർ എൻകറേജ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് എക്സൽ അവർ എൻകറേജ് ചെയ്യിക്കൂടാ? കാരണം
ഈ കോഡിംഗ് പഠിച്ച ആൾക്കാർ വരെ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോഡിംഗ് മറ്റേ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റോ ഹോസ്പിറ്റലോ ഒരു ചെയ്യുന്നില്ല. അത് ടെക്നോളജി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ കോഡിംഗ് വളരെ നല്ല സംഭവമാണ്. പക്ഷേ എക്സലിനും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈവൻ നമ്മൾ ഈ കേരള സിലബസിൽ ഇപ്പോൾ എന്തെങ്കിലും പറയാം, ഈ നമ്മളെ ഈ ബുക്സിലൊക്കെ ഇപ്പോൾ +1 +2 മാത്രം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു ബുക്കുണ്ട്. അതിൽ എക്സലൊക്കെ ഒതുങ്ങി കൂടിയ കുറച്ച് ടോപ്പിക് മാത്രമാണ്. അവർ ചാലഞ്ച് എവിടെ ബേസ് ചെയ്യാൻ അറിയോ? ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോർപ്പറേറ്റിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ ശരിക്കും ചാലഞ്ച് ഫേസ് ചെയ്യും. ശരിയാണ്. കാരണം വെറുതെ അല്ല ഇത് നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്തിനാ മറ്റുള്ളവർ എന്നെ തന്നെ പറയാറ്, എന്തെങ്കിലും കുറച്ച് കാര്യം പഠിച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് ഉസ്താദാണെന്ന് പറയുന്ന ആൾക്കാർ. പക്ഷെ അതല്ല, നിങ്ങൾ പറഞ്ഞ ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം ഇപ്പം ഏതൊരു ബിസിനസ് സ്ഥലത്തും എന്തുവാട്ടെ, അവിടെ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഒരു മണി ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അക്കൗണ്ടിംഗ് റിലേറ്റഡ് തലങ്ങളിൽ എല്ലാം എക്സൽ ആവശ്യമാണ് അല്ലേ? അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സൽ അറിയാമെന്നുണ്ടെങ്കിൽ അവനെ എല്ലാം അതിൻ്റെ അത് മാനേജ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മദർ ബിസിനസ് ചെയ്യുന്നത്, അവർ ഇതിൻ്റെ ടാക്സും ഇൻകം ടാക്സും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ ഫിഗർ ചെയ്യണം. എന്തായാലും നിങ്ങൾ ഇനിയും എക്സൽ ചെയ്യട്ടെ. നമ്മുടെ മലയാളികൾക്കെല്ലാം ബഹുമാനിക്കാൻ പറ്റുന്ന കാരണം ഒരു സോഫ്റ്റ്വെയറിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് സെറ്റിലായി എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഒരു ഏതെങ്കിലും ഒരു കണ്ടന്റിൽ അവൻ ഉസ്താദാകുക എന്ന് പറയും, അവൻ അതിൻ്റെ അത് മാസ്റ്റർ ആകുക, അതും മലയാളികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഇപ്പോൾ ഏതൊരു കോഴ്സ് എക്സലിന് ഇപ്പോൾ ഏതൊരു കോഴ്സ് പഠിക്കാം, അതൊരു പാഷൻ ഉണ്ടെങ്കിൽ ഒരു സ്പാർക്ക് മതി, അതിൽ തിളങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ എഫേർട്ട് ചെയ്യുന്നതിന് ഒരു പെയിന് നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ സ്പാർക്ക് എക്സലാണ് കണ്ടത്. മാക്സിമം മലയാളത്തിലേക്ക് എത്തിക്കുക. അല്ല, തീർച്ചയായിട്ടും മലയാളികൾ ഇത് എത്തട്ടെ. മലയാളികൾക്ക് ഒരിക്കലും മലയാളികൾ ഇസ് വെരി ബ്രില്യൻറ്റ്. മലയാളി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അതെന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പറ്റി. യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. ബിഗ് ഷോട്ട്. ഇതുപോലെ ബിഗ് ഷോട്ടുകൾ ഒരുപാട് ഇനി മലയാളികളുണ്ട്. ഞാൻ എന്തായാലും എല്ലാ ആൾക്കാരും നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ തീരുമാനിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.